നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. അല്ല, മമ്മൂട്ടി മുസ്ലിമാണ് പോലും. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് കുട്ടി എന്നാണ് പോലും. നമ്മൾ ഈ പ്രേം നസീറിനെയും പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെയും അങ്ങനെ എത്ര പേരെ നമ്മൾ സ്നേഹിക്കുന്നത് അവരുടെ ജാതി മതവും നോക്കിയാണ്, അല്ലേ? മമ്മൂട്ടി മഹാനായ കലാകാരനാണ്, പ്രതിഭയുള്ള കലാകാരൻ. എത്രയെത്ര കഥാപാത്രം അദ്ദേഹം നമുക്ക് നൽകി, അല്ലേ? നമുക്ക് തനിയാവർത്തനത്തിലെ ബാലേട്ടൻ നമുക്ക് മറക്കാൻ പറ്റുമോ? മൃഗയ, വടക്കം വീരഗാഥ, പേരൻപ്, ഇപ്പം അടുത്ത് വന്ന കാതൽ, അല്ലേ? അങ്ങനെ എത്രയെത്ര വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ, എത്രമാത്രം മനശ്വരമായ കഥാപാത്രങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയത്. അദ്ദേഹം ഒരു അഭിനയ പ്രതിഭയാണ്. എത്രയെത്ര സ്റ്റേറ്റ് അവാർഡുകൾ, ദേശീയ അവാർഡുകൾ, പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പ്രതിഭയെ അംഗീകരിച്ചതാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ ജാതിയും മതവും നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന അതാണ്. പ്രതിഭയുള്ള കലാകാരന്മാരെ നമ്മളങ്ങ് ആദരിക്കും, ഇഷ്ടപ്പെടും, നെഞ്ചോട് ചേർത്ത് വെക്കും, അല്ലേ? അദ്ദേഹം എന്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്, അല്ലേ? എത്ര ഔന്നത്യമുള്ള വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടേത്, അല്ലേ? ആരുടെ മുമ്പിലും തലകുനിക്കാത്ത, ഒരു ഇത്തിരി അഹങ്കാരമുള്ള, ഒരു നല്ല അഹങ്കാരമാണേ, നല്ല അഹങ്കാരമുള്ള മനുഷ്യരല്ലേ മമ്മൂട്ടി. ഈ അടുത്ത് ഷീല പറയുകയുണ്ടായി, ആദ്യകാലത്ത് അദ്ദേഹം ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ കാലുമ്പോൾ കഴുത്ത് വെച്ചിരിക്കുകയാണ് പോലും, ബീഡിയൊക്കെ വലിച്ചിട്ട്. അപ്പോൾ ഷീല മനസ്സിൽ വിചാരിച്ചു പോലും എന്തൊരു അഹങ്കാരിയാണ് നടനാണ് ഇദ്ദേഹം എന്ന്. അതാണ് ഒരു 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 തൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഈ അഹങ്കാരം എന്നുള്ളത്. അതേപോലെയാണ് അദ്ദേഹം ആദ്യകാലത്ത് ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ പറ്റിയല്ലോ, ഡബ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് പോലും. അതാണ്, അത്രയും അഭിനയത്തെ അങ്ങനെ ഭ്രാന്തമായി കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ് മമ്മൂട്ടി. നിങ്ങളീ പറയുന്ന കാര്യമൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാൻ പോകുന്നതില്ല, അദ്ദേഹത്തിന് അതൊന്നും വിഷയമല്ല. അദ്ദേഹം പുതിയ കഥാപാത്രങ്ങൾ തേടി നടക്കുകയായിരിക്കും, പുതിയ പുതിയ തലങ്ങൾ, പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഒക്കെ തേടി നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മേലാണ് ഇങ്ങനെ വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് എന്ത് വിഡ്ഢിത്തൊന്നുമില്ല, അതെന്താ പറയല്ലേ? ആ മഹാനായ കലാകാരൻ നമ്മളൊക്കെ ആദരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ടാണ്. ഇനിയും നമ്മൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. നമുക്ക് അത്ര ഇഷ്ടമാണ് അദ്ദേഹത്തെ, അല്ലേ? ആ പ്രതിഭ അത്രയും നമുക്ക് നമ്മുടെ നെഞ്ചിലാണ് അദ്ദേഹം കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു.